ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അരുണും ദേവുവുമായുള്ള വിവാഹത്തിന് സച്ചി സമ്മതിക്കുന്നില്ല. അരുണിന്റെ വീട്ടിൽ വേറെ വിവാഹം ആലോചിക്കുകയാണ്. അരുണിനും ദേവുവിനും ഒരിക്കലും പിരിയാൻ പറ്റില്ല എന്ന് രേവതി മനസ്സിലാക്കുന്നു. ദേവു രേവതിയുടെ ഫോണിലേക്ക് വിളിച്ച് രേവതിയോട് അരുണിന് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുകയും ഒരു റെസ്റ്റോറന്റിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയുമാണ്. ഇത് കേട്ട് രേവതി ദേവു പറഞ്ഞ റെസ്റ്റോറന്റിലേക്ക് വന്ന അരുണിനെ കാണുന്നു. അവർ സച്ചിയുടെ ദേഷ്യത്തെ കുറിച്ച് സംസാരിക്കുകയും അരുൺ അമ്മ വേറെ പെണ്ണ് നോക്കുന്ന കാര്യം അവരോട് പറയുകയുമാണ്. രേവതിയും ദേവുവും ടെൻഷനോട് കൂടി മുഖത്തോട് മുഖം നോക്കുമ്പോൾ അരുൺ പറയുകയാണ്, എനിക്ക് ദേവു അല്ലാതെ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. ദേവുവും ഞാനും തമ്മിലുള്ള ബന്ധം നടക്കില്ല എന്ന് അമ്മയ്ക്ക് തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് വേറെ പെണ്ണ് നോക്കി തുടങ്ങിയത്. അപ്പൊ രേവതി പറയാണ്, അരുണിനെ കല്യാണം കഴിച്ചില്ലെങ്കിൽ ജീവിതാവസാനം വരെ കല്യാണം വേണ്ടെന്നാ ദേവു പറയുന്നത്. കല്യാണത്തിന് മുമ്പ് തന്നെ ദേവു അരുണിനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ സച്ചിയേട്ടന്റെ കൂടെ ജീവിക്കുകയാണ്. എന്നെ നന്നായി നോക്കുന്നുണ്ട് സച്ചിയേട്ടൻ. സച്ചിയേട്ടനെ ധിക്കരിച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല. അപ്പൊ അരുൺ പറയണ, ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. കുറച്ച് ബോൾഡായ തീരുമാനമാണ്. ഈ സമയത്ത് വേറെ വഴിയില്ല. എന്ത് തീരുമാനമാണെന്ന് രേവതി ചോദിക്കുമ്പോൾ അരുൺ പറയുകയാണ്, ഞാൻ ദേവുവിനെ രജിസ്റ്റർ മാരേജ് ചെയ്യാന്നാ ചിന്തിക്കുന്നത്. ഇത് കിട്ടിഞ്ഞിട്ട് മുഖത്തോട് മുഖം നോക്കുകയാണ് രേവതിയും ദേവുവും. അരുൺ എന്തായി പറയുന്നതെന്ന് രേവതി ചോദിക്കുമ്പോൾ അരുൺ പറയുന്നു, അതിന് ചേച്ചി വേണം ഞങ്ങളെ സഹായിക്കാൻ. ദേവുവിന്റെ ജീവിതം നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സഹായിക്കണം. ഇത് കേട്ട് രേവതി പറയണ, ഒരു സാധാരണ കാര്യം പറയുന്നത് പോലെയാണല്ലോ പറയുന്നത്. ഇതൊരു വലിയ തീരുമാനമല്ലേ? അപ്പൊ അരുൺ പറയണേ, എനിക്കറിയാം ഇതൊരു വലിയ തീരുമാനമാണെന്ന്. പക്ഷേ ദേവുവും ഞാനും ഒന്നിക്കാൻ വേറെ വഴിയില്ല. ചേച്ചിയുടെ ഹസ്ബൻഡും ദേവുവിന് പയ്യനെ അന്വേഷിക്കുന്നു. എന്റെ അമ്മയും എനിക്ക് പെണ്ണിനെ അന്വേഷിക്കുന്നു. ഇങ്ങനെ പോയാൽ ഞങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയില്ല. അവര് വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിയാലേ പറ്റൂ. ഇതാണ് എന്റെ തീരുമാനം. ചേച്ചി വിചാരിച്ചാലേ ഈ കാര്യം നടക്കൂ. രേവതി പറയുന്നു, എനിക്ക് ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ദേവുവിനെ കുറിച്ചും ആലോചിക്കണം, എന്റെ ഭർത്താവിനെ കുറിച്ചും ആലോചിക്കണം. അപ്പൊ അരുൺ പറയുകയാണ്, ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് വേണമെങ്കിലും തീരുമാനം മാറ്റി പറയാം. പക്ഷെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ തീരുമാനിച്ചേ പറ്റൂ. ഇപ്പൊ ഒന്നിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നീട് ഒരിക്കലും ഒന്നിക്കാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ അതുകൊണ്ടാണ് ഈ കല്യാണം നടത്തണമെന്ന് പറയുന്നത്. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്ട്രോങ് ആയിട്ട് അമ്മയോട് പറയാലോ വേറെ പെണ്ണിനെ നോക്കണ്ടെന്ന്. അപ്പൊ രേവതി പറയണ, അമ്മയോട് പറഞ്ഞിട്ട് പോരെ ഇക്കാര്യം. അപ്പൊ അരുൺ പറയണ, ആരും അറിയണ്ട. ഈ കല്യാണക്കാര്യം നമ്മൾ 3 പേരും മാത്രം അറിഞ്ഞാൽ മതി. എന്റെ അമ്മയോടും ഞാനിത് പറയാൻ പോകുന്നില്ല. ചേച്ചിയുടെ ഹസ്ബൻഡും ഇത് അറിയണ്ട. എന്ന് ചേച്ചിയുടെ ഹസ്ബൻഡ് ഈ കല്യാണത്തിന് സമ്മതിക്കോ അന്ന് ഈ കാര്യം പറഞ്ഞാൽ മതി. രജിസ്റ്റർ മാരേജ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സേഫ്റ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ദേവു, നിന്റെ തീരുമാനം എന്താണെന്ന് രേവതി ചോദിക്കുമ്പോൾ ദേവു പറയണ, ഇക്കാര്യത്തില് എന്ത് തീരുമാനം എടുക്കണമെന്ന് എനിക്ക് അറിയില്ല ചേച്ചി. ഞാൻ കാരണം ആരുടെ ജീവിതത്തിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ രേവതി പറയണ, ഞങ്ങളുടെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കല്യാണം നടത്തിയേനെന്ന് ദേവുവിന്റെ മനസ്സിലുണ്ട്. ഇപ്പം ദേവുവിന്റെ ചേച്ചിയായിട്ടല്ല അച്ഛന്റെ അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് ഞാനൊരു തീരുമാനം എടുക്കണം. അരുൺ ചോദിക്കുന്നു, അപ്പോ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജിന് സമ്മതമാണെന്നാണോ? അപ്പൊ രേവതി പറയണ, ഇതുവരെ സച്ചിയേട്ടനെ ധിക്കരിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അരുൺ പറയുന്നു, ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും രജിസ്റ്റർ മാരേജ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ദേവു സാധാരണ പോലെ നിങ്ങളുടെ വീട്ടിൽ തന്നെ കഴിയട്ടെ. കുറച്ചു നാളിന് ശേഷം ചേച്ചിയുടെ ഹസ്ബൻഡിന്റെയും എന്റെ അമ്മയുടെയും മനസ്സ് മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ന് നാട്ടുകാരറിയെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഞാൻ ദേവുവിന്റെ കഴുത്തിൽ താലി കെട്ടാം. ഇപ്പൊ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അപ്പൊ രേവതി പറയുന്നു, എനിക്ക് ഉടനെ ഒരു തീരുമാനം പറയാൻ പറ്റില്ല. എനിക്ക് കുറച്ച് സമയം വേണം, ആലോചിച്ച് പറയാം. ഇത് കേട്ട അരുൺ പറയുന്നു, ശരി. തുടർന്ന് ദേവുവിനെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വന്ന രേവതി ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് ദേവുവിന്റെയും അരുണിന്റെയും വിവാഹം നടത്താനായി തീരുമാനിക്കുകയാണ്. രേവതി 2 ചീട്ടെഴുതി ഭഗവാന്റെ മുമ്പിൽ വെക്കുകയാണ്. അതിലൊന്നിൽ അരുണിന്റെയും ദേവുവിന്റെയും വിവാഹം നടത്താമെന്നും മറ്റേതിൽ വിവാഹം നടത്തണ്ടെന്നുമാണ്. ദേവുവിനെ കൊണ്ട് അതിൽ നിന്ന് ഒരു ചീട്ടെടുപ്പിക്കുന്നു. അരുണിന്റെയും ദേവുവിന്റെയും വിവാഹം നടത്താമെന്നുള്ള ചീട്ടാണ് ദേവു എടുക്കുന്നത്. തുടർന്ന് അരുണിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് രേവതി അരുണിനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയാണ്. അരുൺ പറയുന്നു, ചേച്ചി ഞങ്ങളുടെ മാരേജിന് സമ്മതിച്ചെന്ന് ദേവു പറഞ്ഞു. താങ്ക് യു. അറ്റ്ലീസ്റ്റ് ചേച്ചിയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചല്ലോ. സച്ചിയെ പോലെ അല്ലല്ലോ. അരുണിനെ തടഞ്ഞുകൊണ്ട് രേവതി പറയുന്നു, വേണ്ട, സച്ചിയേട്ടനെ കുറിച്ച് മോശമായിട്ട് എന്നോട് പറയണ്ട. എന്റെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഒരു സ്വാർത്ഥനല്ല. കൂടെ ഉള്ളവർക്ക് വേണ്ടി മാത്രമേ ആ മനുഷ്യൻ ചിന്തിക്കത്തുള്ളൂ. സ്വന്തം കാര്യം ചിന്തിച്ച് ശീലമില്ല. അരുണിന്റെ കാര്യത്തില് സച്ചിയേട്ടൻ വാശി പിടിക്കുന്നതിൽ ന്യായമുണ്ടല്ലോ. നിങ്ങളൊരു നല്ലവനാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. സച്ചിയേട്ടന്റെ ഭാഗത്ത് ന്യായമുണ്ട്. സച്ചിയേട്ടനെ കാണുമ്പോഴെല്ലാം എന്തെങ്കിലും ഒരു കേസ് സച്ചിയേട്ടന്റെ തലയിൽ വെച്ചു കൊടുക്കാറില്ലേ? സച്ചിയേട്ടന്റെ ഭാഗത്ത് തെറ്റില്ലെന്നറിഞ്ഞിട്ടും ലൈസൻസ് ക്യാൻസൽ ചെയ്തില്ലേ? ഒരു മോശപ്പെട്ട ആളെ എന്റെ അനിയത്തി കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് സച്ചിയേട്ടൻ ചിന്തിക്കുന്നു. സച്ചിയേട്ടന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അതൊരു തെറ്റല്ല. സച്ചിയേട്ടനെ കുറിച്ച് സംസാരിക്കാനുള്ള അർഹത പോലും നിങ്ങൾക്കില്ല. അരുൺ ചോദിക്കുന്നു, ഇപ്പൊ എന്നെ വഴക്ക് പറയാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അപ്പൊ ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചില്ലേ? ഇത് കേട്ട് രേവതി പറയാണ്, എനിക്ക് വാക്ക് മാറ്റി സംസാരിക്കുന്ന ശീലമൊന്നുമില്ല. ദേവുവിന്റെ അരുണിന്റെയും കല്യാണത്തിന് എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞത് സത്യം തന്നെയാ. സച്ചിയേട്ടൻ
സച്ചിയേട്ടൻ അറിയാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടിയും സച്ചിയേട്ടൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് സ്വന്തമായിട്ടൊരു ജോലി ചെയ്ത് നിവർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ സച്ചിയേട്ടനാ. സച്ചിയേട്ടൻ ഇല്ലാതെ ഞാനില്ല. സച്ചിയേട്ടന് നിങ്ങളെ ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. എന്റെ അനിയത്തെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അതുമാത്രമല്ല, അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഈ കല്യാണം നടത്തി തന്നേനെന്ന് ദേവു എന്നോട് പറഞ്ഞു. അച്ഛനില്ലാത്ത കുറവ് അവൾ ആദ്യമായിട്ട് അറിഞ്ഞു. വേറെ ആരെങ്കിലും കൊണ്ട് അവളുടെ കല്യാണം നടത്തിയാൽ അവൾ ഒരിക്കലും സന്തോഷമായിട്ട് ജീവിക്കില്ല. അവളുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ആദ്യം നിങ്ങളോട് തുറന്നു പറയാൻ വേണ്ടിയാ ഞാൻ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ അരുൺ പറയുകയാണ്, എന്നോട് ദേഷ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ സത്യമായിട്ടും ദേവുവിനെ സ്നേഹിക്കുന്നുണ്ട്. അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല. അപ്പൊ രേവതി പറയുകയാണ്, അങ്ങനാണെങ്കിൽ നല്ലത്. നിങ്ങൾ നിങ്ങളുടെ ജോലിയിലും പുറത്തും എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ദേവുവിനോട് സത്യസന്ധമായി വേണം പെരുമാറാൻ. അവളെ വേദനിപ്പിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. അരുൺ പറയുന്നു, അതിൽ ചേച്ചിക്ക് ഒരു സംശയം വേണ്ട. ഞാൻ ദേവുവിനെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബവും ഇനി എന്റെ കുടുംബമാണ്. അങ്ങനെ ഞാൻ കാണും. എന്നെ വിശ്വസിക്ക്. ഇത് കേട്ട് രേവതി പറയുന്നു, കല്യാണത്തിനുള്ള ഏർപ്പാടെല്ലാം ചെയ്യാം. സച്ചിയേട്ടൻ അറിയാതെ ഇത് ചെയ്യുന്നതിന് എനിക്ക് കുറ്റബോധമുണ്ട്. എന്നാലും എന്റെ അനിയത്തിക്ക് വേണ്ടി ഞാനിത് ചെയ്യുവാ. അതുകൊണ്ട് സച്ചിയേട്ടനെ നിങ്ങൾ ജയിച്ചുവെന്ന് കരുതണ്ട. ദേവുവിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അവളുടെ കണ്ണു നിറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കില്ല. അത് മനസ്സിൽ വെച്ചോ. അങ്ങനെ രേവതി അവിടെ വന്ന് പോവുകയാണ്. തുടർന്ന് രാത്രി ഉറക്കമില്ലാതെ ഇരിക്കുകയാണ് ദേവു. വിഷമത്തോടുകൂടി ഉറങ്ങിക്കിടക്കുന്ന ലക്ഷ്മിയെ നോക്കുന്നുണ്ട്. അച്ഛന്റെ ഫോട്ടോയുടെ അരികിലേക്ക് വന്ന് ദേവു പറയുന്നു, അച്ഛ എന്നോട് ക്ഷമിക്കണം. ഞാൻ അമ്മയോട് കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. നാളെ ഞാൻ അമ്മ അറിയാതെ ഒരു കാര്യം ചെയ്യാൻ പോകുക. ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് അറിയാം അച്ഛ. പക്ഷെ വേറെ വഴിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ജീവിതം എനിക്ക് കിട്ടിയേ പറ്റൂ. അങ്ങനെ ദേവു കുറച്ചങ്ങോട്ടേക്ക് മാറി നിന്ന് രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് രേവതിയോട് ദേവു ചോദിക്കുന്നു, ചേച്ചി ഉറങ്ങിയോ? അപ്പൊ രേവതി പറയണേ, ഇല്ല, ഉറങ്ങാൻ പോവായിരുന്നു. നീ എന്താ ഈ സമയത്ത് വിളിച്ചേ? അപ്പൊ ദേവു പറയണ, എനിക്ക് പേടിയാവുന്നു ചേച്ചി. ടെൻഷനും ഉണ്ട്. വലിയ തെറ്റെന്തോ ചെയ്യുന്നത് പോലെ. ഇത് കേട്ട് രേവതി പറയണ, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചിന്തിക്കണമായിരുന്നു. ഇപ്പൊ തീരുമാനം എടുത്തു കഴിഞ്ഞു. നാളെ കല്യാണത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും അരുൺ ചെയ്യുകയാണ്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് പലതവണ ആലോചിക്കണം. അപ്പൊ ദേവു പറയണ, ആലോചിച്ച് വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലേ ഈ തീരുമാനം എടുത്തത്. അപ്പൊ രേവതി പറയണ, അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ധൈര്യവും നമുക്ക് വേണം. അപ്പൊ ദേവു പറയണ, എന്റെ കല്യാണം നടക്കുമ്പോൾ അമ്മ കൂടെ ഇല്ലല്ലോ എന്നോർക്കുമ്പോൾ വിഷമം തോന്നുന്നു. ഇത് കേട്ട് രേവതി പറയണ, എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അമ്മയോട് ഇത് പറഞ്ഞാൽ ഈ കല്യാണം നടക്കില്ല. അമ്മ ഉറപ്പായും സച്ചിയേട്ടനോട് പറയും. സച്ചിയേട്ടൻ ഈ കല്യാണം നടക്കാൻ സമ്മതിക്കില്ല. നാളെ രജിസ്റ്റർ മാരേജ് നടക്കട്ടെ, അതിനുശേഷം നോക്കാം. ദേവു ചോദിക്കുന്നു, ചേച്ചി നാളെ വരത്തില്ലേ? അപ്പൊ രേവതി പറയണ, ഞാൻ എങ്ങനെ വരാതിരിക്കും? ഉറപ്പായിട്ടും വരും. സച്ചിയേട്ടന്റെ വാക്ക് ധിക്കരിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നീ ആഗ്രഹിച്ച ജീവിതം നിനക്ക് കിട്ടണം. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും വരും. ഇങ്ങനെ ആരും ഇല്ലാതെ കല്യാണം നടക്കുകയാണെന്ന് നീ ചിന്തിക്കേണ്ട. ഒരു ദിവസം ഉറപ്പായും എല്ലാവരുടെയും സമ്മതത്തോടുകൂടി നല്ല രീതിയിൽ നിന്റെ കല്യാണം നടക്കും. സച്ചിയേട്ടൻ തന്നെ അത് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പൊ സച്ചിയേട്ടൻ ദേവുവിന് വേണ്ടി പയ്യനെ അന്വേഷിക്കുകയാണ്. സച്ചിയേട്ടന്റെ ധൃതി കാരണം നിന്റെ ജീവിതം നശിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ സമ്മതിച്ചത്. ഇത് കേട്ട് ദേവു പറയണ, ചേച്ചി ഈ സമയത്തൊക്കെ ചേച്ചി എന്റെ കൂടെ ഉള്ളതാ എന്റെ ധൈര്യം. അപ്പൊ രേവതി പറയണ, നീ ഒന്നിനെ പറ്റിയും ചിന്തിക്കണ്ട. എല്ലാം ഒരു ദിവസം നല്ല രീതിയിൽ തന്നെ അവസാനിക്കും. രാവിലെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ, പോയി കിടന്നുറങ്ങ്. ശരി ചേച്ചി എന്ന് പറഞ്ഞ ദേവു ഫോൺ കട്ട് ചെയ്യുമ്പോൾ ടെൻഷനോടുകൂടി ആലോചിച്ചിരിക്കുകയാണ് രേവതി. തുടർന്ന് രാവിലെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാനായി ഒരുങ്ങുകയാണ് ദേവു. ദേവുവിന്റെ ഫോണിലേക്ക് വിളിച്ച അരുൺ ചോദിക്കുന്നു, ഇറങ്ങിയോ? ഇറങ്ങാൻ പോവാണെന്ന് ദേവു പറയുമ്പോൾ അരുൺ പറയണ, ഞാൻ വന്നോണ്ടിരിക്കുക, കൃത്യസമയത്ത് എത്തണം. ദേവുവിന്റെ ചേച്ചി വരത്തില്ലേ? അപ്പൊ ദേവു പറയണ, വരും. രാത്രി സംസാരിച്ചായിരുന്നു, ഉറപ്പായിട്ടും വരുമെന്നാ പറഞ്ഞേ. അപ്പൊ അരുൺ പറയണ, ഇന്ന് രജിസ്റ്റർ ഓഫീസിൽ ആദ്യത്തെ മാരേജ് നമ്മുടേതാ, കൃത്യസമയത്ത് എത്തണം. ശരി എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയ ദേവു പറയുന്നു, അമ്മ ഞാൻ ഇറങ്ങുക, കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് ലക്ഷ്മി പറയുമ്പോൾ ദേവു പറയണ, അമ്മ എനിക്ക് വേണ്ട, എനിക്ക് വിശപ്പില്ല. ഇത് കേട്ട് അമ്മ പറയുന്നു, അത് ശരിയാകത്തില്ല, ഭക്ഷണം കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് ദേവുവിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ് അമ്മ. തുടർന്ന് രേവതി പൂജാമുറിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ, എന്റെ അമ്മയോടും സച്ചിയേട്ടനോടും എനിക്കിത് തുറന്നു പറയാൻ പറ്റുന്നില്ലല്ലോ. ഈ തീരുമാനം കാരണം ദേവുവിന്റെ ജീവിതത്തിൽ തെറ്റായിട്ടൊന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ രേവതി ഹാരവും എടുത്ത് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ അവിടേക്ക് വന്ന സച്ചി പറയണ, രേവതി മാല സൂപ്പർ ആയിട്ടുണ്ടല്ലോ, ആർക്കാ ഇത്? അപ്പൊ രേവതി പറയണ, ഞാൻ പറഞ്ഞില്ലേ ഒരു കല്യാണമാലയുടെ ഓർഡർ വന്നിട്ടുണ്ടെന്ന്, അതായത്. അപ്പൊ സച്ചി പറയണ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ ദേവുവിന് നല്ലൊരു പയ്യനെ കിട്ടിയതിനു ശേഷം അവളുടെ കല്യാണത്തിനും ഇതുപോലെ 2 മാല കെട്ടണം നീ, സൂപ്പർ മാലയാ. ഇത് കേട്ട് രേവതി കണ്ണു നിറങ്ങി നിൽക്കുമ്പോൾ സച്ചി ചോദിക്കണ, എന്തു പറ്റി? നീ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? അപ്പൊ രേവതി പറയണ, ഒന്നുമില്ല, മാല കല്യാണത്തിന് കൊണ്ടുപോയി കൊടുക്കണ്ടേ, സമയമാകുന്നു. ഇത് കേട്ട് സച്ചി പറയണ, കല്യാണത്തിന് എത്ര വലിയ VIP വന്നാലും നിന്റെ മാലയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുമല്ലോ. ഒരു മിനിറ്റ്, നീ മാലയൊന്ന് പിടിച്ച്, ഞാൻ ഫോണിൽ ഒരു ഫോട്ടോ എടുക്കട്ടെ. ആരെങ്കിലും ഓർഡർ ചെയ്താൽ ഈ മാലയും കാണിക്കാമല്ലോ. അങ്ങനെ സച്ചി മാലയുടെ ഫോട്ടോ എടുക്കുമ്പോൾ കണ്ടു നിറഞ്ഞ സച്ചിയെ നോക്കുകയാണ് രേവതി.
ഞാൻ നിന്നെ കൊണ്ടുവിടാമെന്ന് സച്ചി പറയുമ്പോൾ രേവതി പറയണ വേണ്ട സച്ചിയേട്ടാ ഞാൻ തടിച്ചു വെക്കോളാം. അങ്ങനെ രേവതി അവിടെ നിന്ന് പോകുമ്പോൾ സച്ചിയുടെ ഒരു സുഹൃത്ത് ഫോണിലേക്ക് വിളിച്ചിട്ട് പറയുന്നു ഇന്നത്തെ കല്യാണത്തിന്റെ കാര്യം നീ മറന്നിട്ടില്ലല്ലോ. അപ്പൊ സച്ചി പറയണ ഞാൻ എങ്ങനെ മറക്കാനാ, ഞാൻ കൃത്യസമയത്ത് രജിസ്റ്റർ ഓഫീസിലെത്തും. ഇത് കേട്ട് അയാൾ പറയുന്നു ശരി സച്ചിയേട്ടാ കൃത്യസമയത്ത് എത്തിയാൽ മതി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അയാൾ. തുടർന്ന് അരുണും ദേവുവും രേവതി വരുന്നത് കാത്ത് രജിസ്റ്റർ ഓഫീസിന് മുമ്പിൽ നിൽക്കുകയാണ്. അരുൺ ചോദിക്കുന്നു ദേവു നിന്റെ ചേച്ചിയെ കാണുന്നില്ലല്ലോ, ഒരുപക്ഷെ സച്ചി ഇറങ്ങി ചേച്ചിയെ തടഞ്ഞതായിരിക്കോ? ഇത് കേട്ട് ദേവു പറയണ അങ്ങനെയൊന്നും ഉണ്ടാകില്ല, എന്നെ വെറുതെ പേടിപ്പിക്കല്ലേ. ഈ സമയം സ്കൂട്ടറിൽ അവിടേക്ക് വരികയാണ് രേവതി. രേവതിയെ കണ്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് അരുണും ദേവു. ദേവു സന്തോഷത്തോടു കൂടി അരികിലേക്ക് ഓടി വരുമ്പോൾ കണ്ടു നിറങ്ങിയ ദേവു എന്ന് വിളിച്ച് കവളിൽ തലോടുകയാണ് രേവതി. ദേവു പറയുന്നു ചേച്ചിയെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങള്. എന്തൊരു ചേച്ചി? അപ്പൊ രേവതി പറയണ നിന്റെ കല്യാണം എങ്ങനെയൊക്കെ നടത്തണമെന്ന് ആഗ്രഹിച്ചതാ, എല്ലാവരും സമ്മതിച്ച് ഈ കല്യാണം നടന്നിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും സന്തോഷിച്ചേനെ. എന്റെ കല്യാണത്തിനും നമ്മൾ ആരും സന്തോഷമായിട്ടിരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം ഒരു കല്യാണം നടന്നു. പക്ഷെ ഇപ്പൊ ഞാൻ സന്തോഷമായിട്ടാ ജീവിക്കുന്നത്. എന്നാലും അന്ന് ആ കല്യാണം സന്തോഷമായിട്ടല്ല നടന്നത്. നിന്റെ കല്യാണം നല്ല രീതിയിൽ നടക്കണമെന്നാ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ ഇപ്പൊ ആരും അറിയാതെ ഒരു കല്യാണം, അത് ഓർക്കുമ്പോൾ ഒരു വിഷമം. സാരമില്ല, ഒരു നാള് സത്യം എല്ലാവരോടും പറഞ്ഞ് എല്ലാവരുടെയും സമ്മതത്തോടും സന്തോഷത്തോടും കൂടി അരുണിന്റെ വീട്ടിലേക്ക് നിന്നെ പറഞ്ഞയക്കും. അവിടേക്ക് വന്ന ഒരാൾ പറയുന്നു അരുൺ അകത്ത് വിളിക്കുന്നുണ്ട്, ID ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ശരി വാന്ന് പറഞ്ഞ് അരുൺ അകത്തേക്ക് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് രേവതിയും ദേവും. ഈ സമയം സച്ചിയുടെ സുഹൃത്തും രജിസ്റ്റർ ഓഫീസിലേക്ക് വരികയാണ്. സച്ചിയുടെ ഫോണിലേക്ക് വിളിച്ച് അയാൾ പറയുന്നു സച്ചിയേട്ടാ ഞാൻ രജിസ്റ്റർ ഓഫീസിലെത്തി. അപ്പൊ സച്ചി പറയണ ഞാനും അങ്ങ് എത്താറായടാ, ഉടനെ എത്തും. അങ്ങനെ സച്ചിയും രജിസ്റ്റർ ഓഫീസിലേക്ക് വരികയാണ്. രജിസ്ട്രാറിന്റെ മുന്നിലേക്ക് വന്ന അരുണും ദേവും ID ഒക്കെ കൊടുക്കുകയാണ്. ആരാ സാക്ഷികളെന്ന് രജിസ്ട്രാർ ചോദിക്കുമ്പോൾ അരുൺ പറയുന്നു ഇവരാണ് സാക്ഷികൾ, ഇവൻ എന്റെ ഫ്രണ്ട്. ദേവു പറയുന്നു ഇതെന്റെ ചേച്ചി. ഇത് കേട്ട് രജിസ്ട്രാർ ചോദിക്കണോ ഓ അപ്പൊ വീട്ടുകാർ അറിഞ്ഞുള്ള കല്യാണമാണോ? ഞാനോർത്തു വീട്ടുകാർ അറിയാതെയുള്ള കല്യാണമാണെന്ന്. രേവതിയും ID കാർഡൊക്കെ കൊടുക്കുകയാണ്. ഈ സമയം അവിടേക്ക് വന്നൊരു പൂജാരി പറയുന്നു ഇവിടെ നടക്കുന്ന എല്ലാ കല്യാണത്തിനും മന്ത്രം ചൊല്ലുന്നത് ഞാനാ, അതൊന്നും വേണ്ടെന്ന് അരുൺ പറയുമ്പോൾ രേവതി പറയാണ് തിരുമേനി മന്ത്രം ചൊല്ലട്ടെ. ശരിയെന്ന് അരുൺ പറയുമ്പോൾ പൂജാരി മന്ത്രം ചൊല്ലുകയാണ്. അരുണും ദേവും രജിസ്റ്ററിൽ ഒപ്പുവെക്കുന്നു. സാക്ഷികളായി അരുണിന്റെ ഫ്രണ്ടും രേവതിയും സൈൻ ചെയ്യുന്നു. ഈ സമയം രജിസ്റ്റർ ഓഫീസിനകത്തേക്ക് കയറി വന്ന സച്ചിയും ഫ്രണ്ടും ഒരു സ്റ്റാഫുമായി സംസാരിക്കുകയാണ്. സച്ചിയുടെ ഫ്രണ്ട് പറയുന്നു രജിസ്റ്റർഡ് മാരേജിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയണം. അരുണും ദേവും രേവതിയുടെ കയ്യിൽ നിന്നും മാല വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അണിയിക്കുകയാണ്. തുടർന്ന് സച്ചി ആ സ്റ്റാഫിനോട് ചോദിക്കുന്നു ഇവൻ എന്റെ അനിയനെ പോലെയാണ് സർ, മറ്റൊരു മാരേജും കൂടി നടത്താനുണ്ട്. എന്റെ വൈഫിന്റെ അനിയത്തിയുടെ മണ്ഡപത്തിൽ വെച്ച് കല്യാണം നടന്നിട്ട് ഇവിടെ വന്നിട്ട് വേണ്ടേ രജിസ്റ്റർ ചെയ്യാൻ. തുടർന്ന് തിരുമേനി ചോദിക്കുന്നു താലി കിട്ടുന്നില്ലേ? ഇല്ലെന്ന് അരുൺ പറയുമ്പോൾ രേവതി പറയണ തിരുമേനി വേറൊരു മുഹൂർത്തത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് ഇവരുടെ വിവാഹം നടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. നല്ല കാര്യം എന്ന് പറഞ്ഞ് അവരുടെ ദേഹത്തേക്ക് പൂക്കളിട്ട് അനുഗ്രഹിക്കുകയാണ് തിരുമേനി. തിരുമേനി അവിടെ നിന്ന് പോയതിനു ശേഷം പുഞ്ചിരിച്ച് ദേവുവിന്റെ കവളിൽ പിടിച്ച് രേവതി പറയുന്നു ദേവു എല്ലാം ശരിയാകും, നീ വിഷമിക്കണ്ട. ദേവു പറയുന്നു ഇപ്പൊ ഈ സ്ഥലത്ത് എന്റെ എല്ലാമായി ഉള്ളത് ചേച്ചിയാ. അങ്ങനെ കണ്ണു നിറഞ്ഞ് രേവതിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുകയാണ് ദേവു. ദേവു എന്ന് വിളിച്ച് കണ്ണു നിറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ് രേവതി. സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് രേവതി പറയുമ്പോൾ അരുൺ പറയുകയാണ് ദേവുവിന്റെ ചേച്ചിയിലായിരുന്നെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്, നമുക്കൊരു ഫോട്ടോ എടുത്താലോ എന്ന് അരുൺ പറയുമ്പോൾ ദേവു പറയണ ആ എടുക്കാം. അരുൺ ഫോൺ രേവതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. രേവതി അവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ്. ശേഷം രേവതി അവരുടെ അരികിലേക്ക് നിൽക്കുമ്പോൾ അരുണിന്റെ ഫ്രണ്ടും ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു. ഈ സമയം കുറച്ചിപ്പുറത്തായി നിന്ന് ഫോണിൽ സംസാരിക്കുകയാണ് സച്ചി. രേവതി അരുണിനെയും ദേവുവിനെയും കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സച്ചി അവരെ ശ്രദ്ധിക്കുന്നില്ല, അവരും സച്ചിയെ ശ്രദ്ധിക്കുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയ ദേവു രേവതിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. എന്തുപറ്റി ദേവു എന്ന് രേവതി ചോദിക്കുമ്പോൾ ദേവു പറയണ ചേച്ചി അമ്മയും സച്ചിയേട്ടനും ആരും ഈ കല്യാണത്തിനില്ലാതെ പോയല്ലോ. ഇത് കേട്ട് രേവതി പറയണ എനിക്കും അതിൽ വിഷമമുണ്ട്, നീ വിഷമിക്കാതെ, ഒരു ദിവസം നമുക്ക് അവരെ പറഞ്ഞ എല്ലാം മനസ്സിലാക്കാം. അറിയാവുന്ന ആരെങ്കിലും നമ്മളെ കാണും, അധിക നേരം നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം. അയ്യോ പേഴ്സ് ഞാൻ അകത്ത് വെച്ചിട്ടാ വന്നത്, നിങ്ങൾ അങ്ങോട്ട് വെക്കോ, ഞാൻ പേഴ്സ് എടുത്തിട്ട് വരാം. അങ്ങനെ അകത്തേക്ക് കയറി വരുന്ന രേവതി കാണുകയാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സച്ചിയെ. രേവതി ഞെട്ടി സച്ചിയെ നോക്കുമ്പോൾ സച്ചി ഞെട്ടി രേവതിയെ നോക്കുകയാണ്. സച്ചി ചോദിക്കുന്നു എന്താ രേവതി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത്? അല്ല പെട്ടെന്ന് സച്ചിയേട്ടനെ ഇവിടെ കണ്ടപ്പോൾ രേവതി പറയുമ്പോൾ സച്ചി ചോദിക്കണം നീ ഇവിടെ എന്താ ചെയ്യുന്നേ? അപ്പൊ രേവതി പറയണേ ഞാൻ പറഞ്ഞില്ലേ ഒരു കല്യാണത്തിന് മാല കൊടുക്കുന്ന കാര്യം, ആ കല്യാണം ഇവിടെ വെച്ചാ നടന്നത്. ഇവിടെ വന്നാ ഞാൻ മാല കൊടുത്ത് പേഴ്സ് അകത്ത് വെച്ചു, അതെടുക്കാൻ വേണ്ടി വന്നാ. സച്ചിയേട്ടൻ എന്താ ഇവിടെയെന്ന് രേവതി ചോദിക്കുമ്പോൾ സച്ചി പറയണ ഇവന്റെ കല്യാണക്കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. സച്ചിയുടെ ഫ്രണ്ട് പറയുന്നു ശരി ജോർജിനെ കണ്ട് നാള് കുറിക്കണം. ശരി ചേച്ചി എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോവുകയാണ്. രേവതി അകത്തേക്ക് കയറി പേഴ്സ് എടുക്കുമ്പോൾ സച്ചി
പുറത്ത് തന്നെ നിൽക്കുകയാണ്. ദേവു പറയുന്നു, അരുണേട്ടാ ഞാൻ പോവാ, സമയം ഒരുപാടായി, ഞാൻ കൊണ്ടുവിടാവുന്ന അരുൺ പറയുമ്പോൾ ദേവു പറയണ വേണ്ട, ഞാൻ ഓട്ടോയ്ക്ക് പൊയ്ക്കോളാം, ചേച്ചി വരുമ്പോ പറഞ്ഞാ മതി. അരുണേട്ടാ പിന്നെ കാണാന്ന് പറഞ്ഞ് ദേവു ഓട്ടോയിൽ കയറി അവിടെ വന്ന് പോകുമ്പോൾ സന്തോഷത്തോടു കൂടി ടാറ്റ കാണിക്കുകയാണ് അരുൺ. സച്ചിട്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് രേവതി സ്കൂട്ടറിന്റെ അരികിലേക്ക് പോകുമ്പോൾ സച്ചി അരുണിനെ കണ്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. അരുണും ദേഷ്യത്തോടു കൂടി സച്ചിയെ നോക്കുന്നു. രേവതി അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അരുൺ ഒന്നും മിണ്ടാതെ അവിടെ വന്ന് പോകുമ്പോൾ സച്ചിയുടെ അരികിലേക്ക് വന്ന രേവതി ചോദിക്കുന്നു, എന്തു പറ്റി സച്ചിയേട്ടാ? അപ്പൊ സച്ചി പറയണേ, എവിടെ പോയാലും ഇവനെ കാണും, ആ അരുൺ അവൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പോലീസല്ലേ, എന്തെങ്കിലും കേസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വന്നതായിരിക്കും. ശരി നമുക്ക് പോകാം, നീ സ്കൂട്ടറിൽ പോയിക്കോ, ഞാൻ കാറിൽ പിന്നാലെ വരാം. അങ്ങനെ സച്ചി അവിടെ വന്ന് പോകുമ്പോൾ ടെൻഷനോട് കൂടി ഒന്ന് ആലോചിച്ച് രേവതിയും സ്കൂട്ടറിൽ കയറി അവിടെ വന്ന് പോവുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്